ഇത്രമേ വലിയതായ സമയത്തിനായിട്ട് ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുപോയിട്ട് ഇന്ന് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം മണിമന്ദിരങ്ങൾ കോടാനുകോടി രൂപ മുടക്കി ജനങ്ങൾ പണിതുകൊണ്ടേയിരിക്കുന്നു. ഇതിനകത്ത് എത്ര നാൾ താമസിക്കാം എന്ന് ഈ വ്യക്തിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം കോൺക്രീറ്റ് കൊണ്ട് കോടാനുകോടി രൂപ മുടക്കി അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി പണിയുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾ 4 ദിവസവും മതിൽ കെട്ടി സുഭിക്ഷമായി പട്ടിയേയും കാവലിനിട്ട് ഇരിക്കുന്ന ഈ ഭവനം കൂർക്കായ അല്ലെങ്കിൽ കാവൽ നിർത്തി ഈ ഭവനത്തിൽ ഈ കിടക്കുന്ന ആളുകൾക്ക് സമാധാനമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇല്ല. ഭൂരിഭാഗം വീടുകളിൽ സമാധാനം കടന്നു ചെന്നിട്ടില്ല എന്നുള്ളതാണ് സത്യമായ വ്യവസ്ഥ. എന്നാൽ സമാധാനമുള്ള വീടുകളുമുണ്ട്, വളരെ അപൂർവമായിട്ട് തന്നെ. അവർക്ക് ഈശ്വരവിശ്വാസം, ദൈവസ്നേഹം, മനുഷ്യനുള്ള സ്നേഹം, സമൂഹത്തിലുള്ള കടപ്പാടുകൾ, സാമൂഹിക പ്രതിബദ്ധതകൾ, ഇതൊക്കെ ഉള്ളവർക്ക് കുടുംബങ്ങളിൽ എന്നും സന്തോഷവും സമാധാനവും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു മനുഷ്യന് ഈ സർവ്വലോകവും നേടിയാലും എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ യാതൊരു പ്രയോജനമില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ള തിരുവചനങ്ങളുണ്ടല്ലോ. എന്നാൽ ഈ മനുഷ്യന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവൻ ലോകാവസാനം വരുന്നു, മനുഷ്യന് നാളെ കാണുമോ എന്ന് അവൻ അറിയത്തില്ല. പക്ഷെങ്കിൽ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നാലും അവൻ കോടാനുകോടി രൂപ മണ്ണിൽ കളഞ്ഞ് വലിയ സൗധങ്ങൾ ഉണ്ടാക്കി സുഭിക്ഷമായി അനേകം വർഷം ജീവിക്കാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഡോക്ടർമാരെയൊക്കെ കണ്ട് മരുന്നുകളൊക്കെ വാങ്ങിച്ച് ദിവസവും ടെസ്റ്റുകളൊക്കെ ചെയ്ത് അവൻ്റെ ശരീരത്തെ ജിമ്മിലൊക്കെ പോയി ആരോഗ്യവാനായി നടക്കുമ്പോൾ അവൻ ചിന്തിക്കത്തില്ല അവന് മരണം അവൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളത്. മരണവും അവനും തന്നെ അടുത്ത് ഏതാണ്ട് ഒരു അടി പോലും വ്യത്യാസമില്ലാതെ ഓടി നടക്കുകയാണ്. ഇന്ന് പോകുന്ന ആളുകൾ ചിലപ്പോൾ തിരിച്ചു വരുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. മരണം എല്ലാ മനുഷ്യനും പറഞ്ഞിട്ടുള്ളതാണ്. അതിന് ഭക്തനെന്നില്ല, ദൈവഭക്തനെന്നില്ല, രോഗം സൗഖ്യമാക്കുന്ന പുരോഹിതനെന്നില്ല, അല്ലെങ്കിൽ മാന്ത്രികങ്ങൾ ചെയ്യുന്ന ഒരു മാന്ത്രിക വിദ്യയിൽ കൂടെ അവന് നിൽക്കാൻ സാധിക്കുകയില്ല. ഉപവാസങ്ങൾ നടത്തിയാൽ, പ്രാർത്ഥനകൾ നടത്തിയാൽ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വലിയ പ്രയാസമാണ്. അവൻ അതിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല. എത്രയോ ആളുകൾ, വിശ്വാസവീരന്മാർ എന്ന് പറയുന്ന നമ്മുടെ സന്യാസവീരന്മാർ, പുരോഹിത ശ്രേഷ്ഠന്മാർ, പാസ്റ്റർമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ എല്ലാം ഇതിനടിമപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇവർ കോടാനുകോടി രൂപ മുടക്കി ഈ വലിയ സൗധങ്ങൾ പണിത് ഇടുന്നത്? അവനവനകത്ത് താമസിക്കാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. ചിലപ്പോൾ കുറച്ച് നാൾ താമസിച്ചാൽ അപ്പോഴും അവന് നെടുവീർപ്പ്, ദുഃഖവും പ്രയാസവും കഷ്ടതയുമായിരിക്കുമെന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഒരു വീട് വേണം, അതിനെക്കുറിച്ച് ശാലം ചുറ്റുപാടുകളും, അവന് പട്ടിണിയില്ലാതെ കഷ്ടതയില്ലാതെ അവന് ജീവിക്കുവാൻ വേണ്ടുന്നതെല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട്. അവനത് അനുഭവിക്കുവാനുള്ള ഭാഗ്യം കിട്ടുന്നില്ല എന്നുള്ളത് കാരണം അവൻ്റെ പ്രവൃത്തി ദൂഷണം തന്നെയാണ്. ചിലർക്ക് ആഹാരങ്ങൾ കാണുവാനേ സാധിക്കത്തുള്ളൂ, മേശപ്പുറത്തിരിക്കുന്ന കാണാം, പക്ഷെ അവനത് കഴിക്കുവാൻ പറ്റത്തില്ല. ഗോതമ്പ് കഞ്ചിയോ ഗോതമ്പ് വടയോ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള സാധനങ്ങളോ മാത്രമേ അവന് കഴിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം അവന് കാണാൻ സാധിക്കും. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇവന് കോടാനുകോടി രൂപ ഉണ്ടാക്കി എത്രയോ കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ ആളുകൾ ഇല്ലാതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ 15 പൈസ അവകാശികളില്ലാതെ കിടക്കുന്നുണ്ട്. 12 ജില്ലയിൽ തന്നെ എത്രയോ കോടിയുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടല്ലോ. നമ്മളീ കേൾക്കുന്ന ഈ അധികാരം പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്തിലെ കെട്ടിപ്പടക്കുന്ന എല്ലാം നശിച്ചു പോകുന്നതാണ്. അവനും നശിക്കും. അവൻ്റെ ജീവന് 24 മണിക്കൂർ പോലും വിലയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു വാഴ വെട്ടിയിട്ടാൽ അത് ചിലപ്പോൾ 6 മാസം അഴുകാതെ കിടക്കും. എന്നാൽ ഈ മനുഷ്യൻ മരിച്ചാൽ 24 മണിക്കൂർ കഴിയുമ്പോൾ അവൻ്റെ ശരീരം പഴുക്കുവാനായിട്ട് തുടങ്ങും. അവൻ ശരീരത്തെ രക്ഷ ചെയ്ത് മരുന്നും കൊടുത്ത്, മന്ത്രവും കൊടുത്ത്, ബുദ്ധിയും കൊടുത്ത്, നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാക്കി ജീവിച്ച ഈ മനുഷ്യൻ, അവൻ്റെ ശരീരം 24 മണിക്കൂർ കഴിയുമ്പോൾ, ജീവൻ പോയി കഴിയുമ്പോൾ അവന് അഴിയുന്ന അവസ്ഥ അവശേഷം. അത് പിന്നെ അവൻ ശവമാണ്. അവൻ്റെ ബന്ധുക്കൾ
പ്രിയപ്പെട്ടവർ, ചാർച്ചക്കാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, മതപണ്ഡിതന്മാർ, മതശ്രേഷ്ഠന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒക്കെ വന്നിട്ട് അവൻ്റെ കുഴിമാടത്തിൻ്റെ അടുത്ത് വന്നിട്ട് എത്തി നോക്കും. എൻ്റെ ദുഃഖങ്ങളൊക്കെ പറയും. അവനെ സ്വർഗത്തിലേക്ക് വിടുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് കടത്തി ചെല്ലുവാൻ ഇവർ തന്നെ പ്രവർത്തിക്കും. പക്ഷേ അവൻ്റെ ജീവിതകാലത്ത് അവന് നിഷ്ഠൂരനായിരുന്നു, ക്രൂരനായിരുന്നു, യാതൊരു മനസ്സാക്ഷിയും അവനെ ആത്മാവിനെ നിത്യശാന്തി നേടുവാനായിട്ട് അല്ലെങ്കിൽ നേടിക്കൊടുക്കുവാനായിട്ട് ഇവർ പരിശ്രമിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അല്പകാലം മാത്രം അവരുടെ സന്തോഷത്തോടും സമാധാനത്തോടും സൗമ്യതയോടും കൂടി ജീവിച്ച് ഈശ്വര സ്നേഹത്തോടും മനുഷ്യ സ്നേഹത്തോടും മനുഷ്യന് ചെയ്യാവുന്ന സഹായങ്ങൾ നമ്മളാൽ കഴിയുന്ന ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കുക. ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. എൻ്റെ ഫോൺ നമ്പർ 6238 290 270 091 6238 290 270. താങ്ക് യു വെരി മച്ച്.